വിശ്വാസികളെ, പരിശുദ്ധനായ ലൂക്കോസ് ഏവങ്കലിസ്റ്റ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 31 മുതൽ 41 വരെയുള്ള തിരുവചനങ്ങൾ പരിശോധിക്കുമ്പോൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അധികാരവും കരുണയും ഒരുമിച്ച് വെളിപ്പെടുന്ന സംഭവമാണ്. കഫർനഹൂം നഗരത്തിലെ സിനഗോഗിൽ യേശു ഉപദേശിക്കുന്നു. അവിടെ ഒരു അശുദ്ധാത്മമുള്ള മനുഷ്യനെ അവൻ വിടുവിക്കുന്നു. തുടർന്ന് പത്രോസിൻ്റെ അമ്മായിയമ്മയെ രോഗത്തിൽ നിന്ന് സൗഖ്യമാക്കുന്നു. പിന്നീട് അനേകം രോഗികളും പിശാചുബാധിതരുമായ ആളുകൾ അവൻ്റെ അടുക്കൽ എത്തുന്നു. അവനെല്ലാവരെയും സൗഖ്യമാക്കുന്നു. ഈ വചനഭാഗം നമ്മെ 3 പ്രധാന ആത്മീയ സത്യങ്ങളിലേക്കാണ് നയിക്കുന്നത്. 1. ക്രിസ്തുവിൻ്റെ വചനത്തിൻ്റെ അധികാരം. യേശു സിനഗോഗിൽ ഉപദേശിക്കുമ്പോൾ ജനങ്ങൾ അത്ഭുതപ്പെട്ടു. കാരണം അവൻ്റെ വാക്കുകൾക്ക് അധികാരം ഉണ്ടായിരുന്നു. അശുദ്ധാത്മാവുള്ള മനുഷ്യൻ നിലവിളിച്ചു, നസറാനായ യേശുവേ, നീ ഞങ്ങളെ നശിപ്പിക്കാൻ വന്നുവോ? യേശു അവനോട് കൽപ്പിച്ചു, മിണ്ടാതിരിക്കുക, അവനിൽ നിന്ന് പുറപ്പെടുക. ഉടൻ ആ അശുദ്ധാത്മാവ് അവനെ വിട്ടുപോയി. പരിശുദ്ധനായ സിറിൽ ഓഫ് അലക്സാണ്ട്രിയ ഇങ്ങനെ പറയുന്നു, ക്രിസ്തുവിൻ്റെ വചനം വെറും ഉപദേശം മാത്രമല്ല, അത് സൃഷ്ടിയുടെ മേൽ അധികാരമുള്ള ദൈവവചനമാണ് എന്ന്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ വാക്കുകൾ ആത്മാവിനെയും ജീവിതത്തെയും മാറ്റുന്ന ശക്തിയുള്ളതാണ്. 2-ാമത്തെ ചിന്ത എന്നുള്ളത്, ക്രിസ്തുവിൻ്റെ കരുണ ശരീരത്തെയും ആത്മാവിനെയും രക്ഷിക്കുന്നു. സിനഗോഗിൽ നിന്ന് പുറപ്പെട്ട ശേഷം യേശു പത്രോസിൻ്റെ വീട്ടിലേക്ക് പോകുന്നു. അവിടെ പത്രോസിൻ്റെ അമ്മായിയമ്മയ്ക്ക് കഠിനമായ ജ്വരമുണ്ടായിരുന്നു. യേശു അവളുടെ അടുക്കൽ ചെന്നു രോഗത്തെ ശാസിച്ചു. അവൾ ഉടൻ സൗഖ്യം പ്രാപിച്ചു. പരിശുദ്ധ സെന്റ് ജോൺ ദ ക്രിസോസ്റ്റം പറയുന്നത്, ക്രിസ്തു മനുഷ്യൻ്റെ ആത്മാവിനെയും ശരീരത്തെയും ഒരുപോലെ പരിഗണിക്കുന്ന രക്ഷകനാണ് എന്നാണ്. ഇത് നമ്മെ പഠിപ്പിക്കുന്നത് ദൈവം നമ്മുടെ ജീവിതത്തിലെ ഓരോ വേദനയും അറിയുന്നു എന്നാണ്. 3-ാമത്തെ ചിന്ത എന്നുള്ളത്, ക്രിസ്തു ദൈവപുത്രനാണ്. സന്ധ്യയായപ്പോൾ അനേകം രോഗികളെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ എല്ലാവരുടെ മേൽ കൈവച്ചു അവരെ സുഖപ്പെടുത്തി. പിശാചുകൾ പോലും നിലവിളിച്ചു, നീ ദൈവപുത്രനാണ് എന്ന്. എന്നാൽ യേശു അവരെ ശാസിച്ചു. അവൻ ക്രിസ്തുവാണ് എന്ന് അവർ പറയുവാൻ അനുവദിച്ചില്ല. പരിശുദ്ധ അലക്സാണ്ട്രിയയിലെ അത്തനാഷ്യസ് പറയുന്നത്, ക്രിസ്തുവിൻ്റെ അത്ഭുതങ്ങൾ അവൻ്റെ ദൈവിക സ്വഭാവത്തിൻ്റെ തെളിവുകളാണ് എന്നാണ്. അതിനാൽ ഈ സംഭവങ്ങൾ ക്രിസ്തു വെറും പ്രവാചകൻ മാത്രമല്ല, ദൈവപുത്രനാണ് എന്ന് നമുക്ക് വെളിവാക്കി തരുന്നു. 3 ഉൾക്കാഴ്ചകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. ക്രിസ്തുവിൻ്റെ വചനത്തിന് ദൈവികമാവുന്ന അധികാരമുണ്ട്. 2, അവൻ മനുഷ്യരുടെ